തിരുമുമ്പിൽ കാഴ്ചവെക്കുവാൻ എൻ്റെ സ്നേഹം മാത്രമേയുള്ളൂ. തിരുമുമ്പിൽ യാഗമാകുവാൻ എൻ്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. ഇതുപോലൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ. ഇതുപോലൊരു ആശ്വാസം എൻ്റെ താതൻ്റെ മാർവിടമേ. അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് എഴുതിയ 1 ലേഖനം അധ്യായം 5. മൂത്തവനെ ഭർഷിക്കാതെ അപ്പനെ പോലെയും ഇളയവരെ സഹോദരന്മാരെ പോലെയും മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെയും ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലയോടെ സഹോദരികളെ പോലെയും പ്രബോധിപ്പിക്കാം. സാക്ഷാൽ വിധവമാരായി തീർന്നിരിക്കുന്ന വിധവമാരെ മാനിക്കാം. വല്ല വിധവയ്ക്കും പുത്രന്മാർ ഉണ്ടെങ്കിൽ പൗത്രന്മാർ ഉണ്ടെങ്കിൽ അവർ മുമ്പേ സ്വന്തം കുടുംബത്തിൽ ഭക്തി കാണിച്ച് അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ പഠിക്കട്ടെ. ഇത് ദൈവസന്നിധിയിൽ പ്രസാദകരമാകുന്നു. സാക്ഷാൽ വിധവയും ഏകാകിയുമായവൾ ദൈവത്തിൽ ആശ വെച്ച് രാപ്പകൽ യാചനയിലും പ്രാർത്ഥനയിലും ഉറ്റ് പാർക്കുന്നു. കാമുകിയായവളോ ജീവിച്ചിരിക്കുകയിൽ തന്നെ ചത്തവൾ. അവർ നിരപരാധിമാരായിരിക്കേണ്ടതിന് നീ ഇത് ആജ്ഞാപിക്കുക. തനിക്കുള്ളവർക്കും പ്രത്യേകം സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ് അവിശ്വാസിയേക്കാൾ അധമനായിരിക്കുന്നു. സൽപ്രവൃത്തികളാൽ ശ്രുതിപ്പെട്ട് ഏക ഭർത്താവിൻ്റെ ഭാര്യയായിരുന്ന് 60 വയസ്സിന് താഴെയല്ലാത്ത വിധവ മക്കളെ വളർത്തുകയോ അതിഥികളെ സൽക്കരിക്കുകയോ വിശുദ്ധന്മാരുടെ കാലുകളെ കഴുകാതെയോ ഞെരുക്കമുള്ളവർക്ക് മുട്ട് തീർക്കുകയോ സർവത്സര പ്രവൃത്തിയും ചെയ്ത് പോരുകയോ ചെയ്തു എങ്കിൽ അവളെ തിരഞ്ഞെടുക്കാം. ഇളയ വിധവമാരെ ഒഴികെ അവർ ക്രിസ്തുവിന് വിരോധമായി പുളച്ച് മതിക്കുമ്പോൾ വിവാഹം ചെയ്യുവാൻ ഇച്ഛിക്കും. ആദ്യം വിശ്വാസം തള്ളുകയാൽ അവർക്ക് ശിക്ഷാവിധി ഉണ്ട്. അത്രയുമല്ല, അവർ വീട് തോറും നടന്ന് മിനക്കെട്ട് വാനും ശീലിക്കും. മിനക്കെടുക മാത്രമല്ല, വായാടികളും പല കാര്യങ്ങളിൽ ഇടപെടുന്നവരുമായി അരുതാത്തത് സംസാരിക്കും. ആകയാൽ ഇളയവർ വിവാഹം ചെയ്യുകയും പുത്രസമ്പത്തുണ്ടാക്കുകയും ഭവനം രക്ഷിക്കുകയും വിരോധിക്ക് അപവാദത്തിന് അവസരം ഒന്നും കൊടുക്കാതിരിക്കുകയും വേണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഇപ്പോൾ തന്നെ ചിലർ സാത്താൻ്റെ പിന്നാലെ പോയല്ലോ. ഒരു വിശ്വാസിക്ക് വിധവമാർ ഉണ്ടെങ്കിൽ അവൾ തന്നെ അവർക്ക് മുട്ട് തീർക്കട്ടെ. സഭയ്ക്ക് ഭാരം വരുത്തരുത്. സാക്ഷാൽ വിധവമാരായവർക്ക് മുട്ട് തീർപ്പാനുണ്ടല്ലോ. നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവർ തന്നെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണുക. മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത് എന്ന് തിരുവെഴുത്ത് പറയുന്നു. വേലക്കാർ തൻ്റെ കൂലിക്ക് യോഗ്യൻ എന്നും ഉണ്ടല്ലോ. 2-3 സാക്ഷികൾ മുഖേനയല്ലാതെ ഒരു മൂപ്പന്റെ നേരെ അന്യായം എടുക്കരുത്. പാപം ചെയ്യുന്നവരെ ശേഷമുള്ളവർക്ക് ഭയത്തിനായി എല്ലാവരും കേൾക്കെ ശാസിക്കുക.
നീ പക്ഷമായി ഒന്നും ചെയ്യാതെ കണ്ട് സിദ്ധാന്തം കൂടാതെ ഇവ പ്രമാണിച്ചു കൊള്ളണം എന്ന് ഞാൻ ദൈവത്തെയും ക്രിസ്തു യേശുവിനെയും ശ്രേഷ്ഠദൂതന്മാരെയും സാക്ഷിയാക്കി നിന്നോട് കൽപ്പിക്കുന്നു. യാതൊരുത്തിൻ്റെ മേലും വേഗത്തിൽ കൈവെക്കരുത്. അന്യന്മാരുടെ പാപങ്ങളിൽ ഓഹരിക്കാരനാകരുത്. നിന്നെ തന്നെ നിർമ്മലനായി കാത്തുകൊള്ളുക. മേലാൽ വെള്ളം മാത്രം കുടിക്കാതെ നിന്റെ അജീർണതയും കൂടെയുള്ള ക്ഷീണതയും നിമിത്തം അല്പം വീഞ്ഞും സേവിച്ചു കൊള്ളുക. ചില മനുഷ്യന്മാരുടെ പാപങ്ങൾ വിസ്താരത്തിന് മുമ്പേ തന്നെ വെളിവായി ഇരിക്കുന്നു. ചിലരുടെ പാപങ്ങളോ ക്രമേണയത്രേ. സൽപ്രവൃത്തികളും അങ്ങനെ തന്നെ വെളിവാകുന്നു. വെളിവാകാത്തവയും മറഞ്ഞിരിക്കുകയില്ല. നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത്. സ്വർഗസുഖപീഠം വെടിഞ്ഞു എന്നെ തേടി വന്നവനെ, തേജസ്സിൻ്റെ വസ്ത്രം ഉരിഞ്ഞ് തന്നെത്താൻ താഴ്ത്തിയോനെ, ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ തേജസ്സിൻ്റെ പൂർണ്ണനായി. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ സ്തുതികൾക്ക് യോഗ്യനായി. ഇതുപോലൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ, ഇതുപോലൊരു ആശ്വാസം എൻ്റെ താതൻ്റെ മാർവിടമേ.